ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗുജറാത്തിനെതിരെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട RCBക്ക് സ്വന്തം കാണികളുടെ മുന്നിൽ തുടക്കത്തിൽ തന്നെ പതറുന്ന കാഴ്ചയാണ് കണ്ടത്. വർഷങ്ങളോളം താൻ കളിച്ച ടീമിനെതിരെ ഇന്ന് മുഹമ്മദ് സിറാജിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ആ മുഹമ്മദ് സിറാജിന്റെ ബൗളിംഗ് തന്നെയാണ് RCBയെ തകർത്തു കളഞ്ഞതും. വെറും 4 ഓവറിൽ 19 റൺസ് മാത്രം വിട്ടുകൊടുത്ത് വിലപ്പെട്ട 3 വിക്കറ്റുകൾ. ആദ്യ ഓവറിൽ തന്നെ സാൾട്ടിനെ ബട്ട്ലറുടെ കൈകളിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് വഴുതിപ്പോയി. പക്ഷേ സാൾട്ടിനെ ബൗൾഡാക്കിക്കൊണ്ടായിരുന്നു പിന്നീട് സിറാജിന്റെ തിരിച്ചുവരവ്. പിന്നീട് പടിക്കലിന്റെ വിക്കറ്റും സിറാജ് നേടുകയുണ്ടായി. കൂട്ടത്തകർച്ചയിൽ രക്ഷകനായി 50-ലൂടെ നല്ല ഫോമിൽ ബാറ്റ് ചെയ്തിരുന്ന ലിവിങ്സ്റ്റനെയും പുറത്താക്കിക്കൊണ്ട് സിറാജ് RCBക്ക് മേൽ വീണ്ടും ആഞ്ഞടിച്ചു. കളിയിലെ താരം സിറാജ് തന്നെയാണ്. സിറാജിനെ കുറിച്ച് കോഹ്ലി വളരെ കാര്യമായി തന്നെ മത്സരശേഷം പറയുകയുണ്ടായി. RCBയിൽ ഇത്രകാലം കളിച്ച കളിക്കാരനാണ് സിറാജ്. അതുകൊണ്ട് തന്നെ സിറാജിന് RCBയെ നന്നായിട്ട് അറിയാം. സിറാജിനെ സംബന്ധിച്ച് ആളറിഞ്ഞ് കളിക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു പെർഫോമൻസിലൂടെ കളിയിലെ താരവുമായി തീർന്നത് സിറാജ് എന്ന് കോഹ്ലി തുറന്നു പറയുന്നു. സിറാജിൻ്റെ ആ പ്രകടനത്തെ, സിറാജിനെ സിറാജാക്കി മാറ്റിയ കോഹ്ലി പ്രശംസിക്കാനും മറന്നില്ല. സിറാജും അതുപോലെ കോഹ്ലിയെ പ്രശംസിക്കാനും മറന്നില്ല. തന്നെ ക്രിക്കറ്റ് ലൈഫിൽ ഇത്രത്തോളം സഹായിച്ച മറ്റൊരു താരം വേറെയില്ല എന്നത് തന്നെയാണ്. കോഹ്ലി ബായ് തന്നെയാണ് തന്നെ ഇത്രത്തോളം വളർത്തിയതെന്ന് സിറാജും തുറന്നു പറയുന്നു. എന്തായാലും ഇത്തവണത്തെ ആദ്യ പരാജയമാണ് RCBക്ക്. തുടക്കം തകർന്ന RCBയെ ലിവിങ്സ്റ്റണും ജിതേഷ് ശർമ്മയും ടിം ഡേവിഡുമാണ് പൊരുതാവുന്ന സ്കോറിലേക്ക് എത്തിച്ചത്. എന്നാൽ 169 എന്ന സ്കോർ വളരെ അനായാസം മറികടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തുടക്കത്തിൽ തന്നെ ഗുജറാത്ത് ക്യാപ്റ്റൻ ഗില്ലിനെ മടക്കാനായെങ്കിലും സായ് സുദർശൻ ബട്ട്ലർ കൂട്ടുകെട്ടിനെ വേർപിരിക്കാൻ RCB ബൗളേഴ്സിന് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നല്ലൊരു പാർട്ണർഷിപ്പിലൂടെ വിജയത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടാണ് സായ് സുദർശൻ വെറും 1 റൺസിനാണ് അദ്ദേഹത്തിന് ഇന്ന് 50 നഷ്ടമായത്. പിന്നീട് ടീമിനെ വിജയത്തിലെത്തിച്ചാണ് ജോസ് ബട്ട്ലർ കളം വിട്ടത്. 13 പന്തുകൾ ബാക്കി നിൽക്കെ 8 വിക്കറ്റിന്റെ മികവാർന്ന വിജയവുമായി ഇന്ന് RCBക്ക് മേൽ 2 പോയിന്റ് നേടിയെടുത്തു ഗുജറാത്ത്. അതും RCBയുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ. RCBയെ സംബന്ധിച്ച് ഇന്ന് പരാജയപ്പെട്ടെങ്കിലും തൽക്കാലം ആശ്വസിക്കാം. RCBക്ക് ഈ വർഷം ആദ്യ പരാജയമാണ്. മാത്രമല്ല RCBയുടെ ഒരു പതിവ് ശൈലിയിൽ നിന്ന് ഒരു മാറ്റം കണ്ടതിൽ, സാധാരണ കഴിഞ്ഞ വർഷങ്ങളെല്ലാം തുടക്കം പതറിയാൽ പിന്നെ തിരിച്ചുവരവില്ല RCBക്ക്. പക്ഷേ ഇന്ന് ലിവിങ്സ്റ്റണും ജിതേഷ് ശർമ്മയും ടിം ഡേവിഡുമെല്ലാം നല്ല രീതിയിൽ സ്കോർ ചെയ്ത് RCBയെ സംബന്ധിച്ച് പൊരുതാവുന്ന സ്കോറിലേക്ക് എത്തിച്ചു എന്നതിൽ RCBക്ക് സന്തോഷിക്കാം. മത്സരത്തിലെ പരാജയത്തോടെ RCBയുടെ സ്ഥാനം 3-ലേക്ക് ഇറങ്ങി. ഗുജറാത്ത് ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 5-ൽ നിന്ന് 4-ലേക്ക് കയറിയിട്ടുണ്ട് 4 പോയിന്റോടെ. ഇനിയും മത്സരങ്ങൾ ബാക്കി കിടക്കുന്നു. വാശിയേറിയ പോരാട്ടങ്ങൾ IPLൽ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾക്കായി ഇനിയും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് പുതിയ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗുഡ് ബൈ.